കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല, ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നിടാം ഒരു പൊന്നോല. നല്ല പാട്ടാണല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനി ആരാ? ഗോഡ്വിൻ പാടുന്നുണ്ടോ മോളെ? ഭാവയാമി നന്നായിട്ട് പാടി. ഭാവയാമി സൂപ്പർ ട്ടോ. ഇനി ആരാ? ഗോഡ്വിൻ. ഇനി ഗോഡ്വിന്റെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ, ജോണി ജോണി papa eating sugar no papa jelly nice no papa appani no ver mau ha ha ha. നല്ല പാട്ടാണല്ലേ? ഗോഡ്വിൻ പാടിയതും സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഗോഡ്വിൻ നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് എല്ലാവരും. വെരി ഗുഡ്. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ദേവപ്രിയ പാടുന്നുണ്ടല്ലേ? ദേവപ്രിയ. ഭവിക ടീച്ചർ കണ്ടു, ഞാൻ വിളിക്കാട്ടോ. ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്തേ മോളെ. Tingle tingle little star, how I wonder what you are. Up the high so way so high, like a diamond in the high. ഓക്കെ, ദേവപ്രിയക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്ത എല്ലാവരും. നന്നായി പാടിയല്ലേ? ഓക്കെ. അപ്പോ ടീച്ചർ പറഞ്ഞ പോലെ എഴുതാത്ത ബോഡി പാർട്സ് എല്ലാം അന്ന് 10 എഴുതിയത് മുഴുവൻ എഴുതിയവരല്ല, എഴുതാത്തവര് ബാക്കി 5 കൂടി ഉണ്ട്. അതുകൂടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തു തിങ്സ് വി ഡു അല്ലേ? നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞ? ലത കീപ്സ് ഹെർ റൂം ക്ലീൻ അല്ലേ? ലത അവളുടെ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തു. രാജ ഡസ് ഹിസ് ഹോംവർക്ക്. സുദീപ് ലിസൺ ടു മ്യൂസിക്. അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ അല്ലേ? സീമ സിംഗ്സ് ആൻഡ് ഡാൻസസ്. Then Abhay can bath by himself അല്ലേ? അഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം കുളിക്കാൻ പറ്റും അല്ലേ? തനിച്ച് ഒറ്റയ്ക്ക് അല്ലേ? അഭയ് can bath by himself അല്ലേ? അഭയ് can bath by himself അല്ലേ? അപ്പൊ അടുത്തെന്ന് പറയുന്നതാണ്. എല്ലാവരും ആ പിക്ചർ ഒന്ന് നോക്കിയേ. അഭയ് is a boy, he is bathing himself അല്ലേ? അഭയ് is a boy, he bath by himself അല്ലേ? അവൻ തന്നെ കുളിക്കാണല്ലേ? അഭയ് is a boy, he bath by himself. അഭയ് can bath by himself അല്ലേ? അഭയ്ക്ക് തനിച്ച് കുളിക്കാൻ വേണ്ടി പറ്റും അല്ലേ? he can bath by himself അല്ലേ? ഒറ്റയ്ക്ക് തന്നെ കുളിക്കാൻ വേണ്ടി പറ്റും. അമ്മയുടെ അച്ഛന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ അഭയ് എന്ത് ചെയ്യുന്നുണ്ട്? തന്നെ കുളിക്കുന്നുണ്ട് അല്ലേ? അച്ഛനും അമ്മയുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്യുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ. ക്രിസ്റ്റി ജോസഫ്, അവിനാഷ് പ്രകാശ്, അവേദ്യ, then ഇഷാൻ, ഷാമിൽ, മുഹമ്മദ് സിയാൻ, ഭാവയാമി. What are you doing there? അഭിരാമി, സജിത്ത് ഉണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. സമജ്ന ഉണ്ട്, ദേവപ്രിയ, ഭവിക, നഹ്ല, ധ്യാൻ, ക്രിസ്റ്റോ ജോൺ, അനയ റോസ്, എല്ലാം എഡ്വിൻ ഉണ്ട് അല്ലെ? ഏഞ്ചൽ ഉണ്ട്. എല്ലാവരും നസീം മുഹമ്മദ്, ധനലക്ഷ്മി, എല്ലാവരും പാരന്റ്സിന്റെ ഒന്നും ഹെൽപ്പ് കൂടാതെ അല്ലേ സ്വന്തമായിട്ട് കുളിക്കുകയും ബ്രഷ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നവരാണല്ലേ? അങ്ങനത്തെവരാണ് ഗുഡ് ഗേൾസ് അല്ലേ? ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സ് അല്ലേ? ഗുഡ് ചിൽഡ്രൻസ് അല്ലേ? ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ നമ്മള് പഠിക്കണം അല്ലേ? നന്നായിട്ട് ഒറ്റയ്ക്ക് കുളിക്കാനെല്ലാം പഠിക്കണം അല്ലേ? അഭയ് നിങ്ങളെ പോലുള്ള is a boy അല്ലേ? അഭയ് is a boy, he can bath by himself അല്ലേ? തനിയെ തന്നെ കുളിക്കാനൊക്കെ പറ്റും അല്ലേ? he's a matured അല്ലേ? വളരെ മെച്ചുവേർഡ് ആണ് അഭയ്. he can bath by himself അല്ലേ? അവന് തന്നെ കുളിക്കാനൊക്കെ വേണ്ടി പറ്റുമല്ലേ? അച്ഛന്റെയും അമ്മയുടെയും
ബ്രദറിന്റെ സിസ്റ്ററിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തനിയെ ഇരുന്ന് കുളിക്കുന്ന കണ്ടോ? അബൈനെ കണ്ടോ എല്ലാവരും? തലയിലെല്ലാം നന്നായി സോപ്പെല്ലാം വാരി തേച്ച് കുളിക്കുന്ന കണ്ടോ അബൈ? കാണുന്നുണ്ടല്ലേ? ഓക്കെ, അബൈ ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ് അല്ലേ? അബൈക്ക് തന്നെ കുളിക്കാൻ വേണ്ടി കഴിയും അല്ലേ? ഒറ്റയ്ക്ക്, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ അല്ലേ? ഹിംസെൽഫ് അല്ലേ? അബൈ ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ്, അവന് തന്നെ ഒറ്റയ്ക്ക് തന്നെ കുളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. Then രാധ can wear her socks അല്ലേ? രാധ is a girl. രാധ is a girl like ലത. ലതയെ പോലുള്ള ഒരു ഗേൾ ആണല്ലേ രാധ? രാധ is a girl. She can wear her socks അല്ലേ? തനിയെ സോക്സ് ഇടാൻ പറ്റുന്നുണ്ട് അല്ലേ? സോക്സ് ഇടുന്ന ഒരു പിക്ചർ കണ്ടോ? She is രാധ, അവളുടെ പേര് രാധ എന്നാണ്. She can wear her socks അല്ലേ? തനിയെ സോക്സ് ഇടാനൊക്കെ അറിയാം അല്ലെ രാധയ്ക്ക്? തനിയെ സോക്സും ഷൂസും ഒക്കെ ഇടാൻ അറിയുന്ന എത്ര പേരുണ്ട്? അത് ഇപ്പോഴും പേരൻസ് ചെയ്തു തരുന്നതാണോ അല്ല തന്നെയാണോ സോക്സ് ഒക്കെ ഇടുക? അതെ അല്ലേ? ഓ, എല്ലാവരും തന്നെ ഇടും അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ അതുപോലാണ് രാധ അല്ലേ? രാധയും തനിയെ സോക്സ് ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലെ? രാധയ്ക്കും തന്നെ അവളുടെ സോക്സ് ഒക്കെ ഇടാൻ വേണ്ടി അറിയാം അല്ലെ? അപ്പൊ അബയ്ക്ക് എന്തറിയാം? അബയ്ക്ക് തനിയെ കുളിക്കാൻ അറിയാം. അബൈ ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ് അല്ലെ? അബയ്ക്ക് തനിയെ കുളിക്കാൻ വേണ്ടി കഴിയും. ഒറ്റയ്ക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ കുളിക്കാൻ വേണ്ടി അബയ്ക്ക് പറ്റുന്നുണ്ട്. Then രാധ can wear her socks അല്ലെ? രാധയ്ക്ക് അവളുടെ സോക്സ് നന്നായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട് തനിച്ചല്ലേ? ആരും ഹെൽപ്പ് ചെയ്യാതെ അല്ലെ? വിത്തൗട്ട് എനി ഹെൽപ്പ് അല്ലേ? രാധയ്ക്ക് ഒരു ഹെൽപ്പും ഇല്ലാതെ തന്നെ അവളുടെ സോക്സ് ഒക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? Then കല can comb her hair അല്ലേ? കല is a girl like രാധ. രാധയെ പോലുള്ള ഒരു ഗേൾ ആണ് കലയും. കല is her name. Okay, കല എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയാണത്. മുടി ചീകുന്നുണ്ടോ? ചീകുന്നുണ്ടോ? എല്ലാവരും നന്നായിട്ട് മുടിയെല്ലാം കോംബ് ചെയ്ത് വെക്കണം അല്ലെ? എപ്പോഴും മുടിയെല്ലാം നന്നായി കോംബ് ചെയ്ത് കെട്ടി വെക്കണം. അതിനുവേണ്ടി കല can comb her hair. കലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവളുടെ ഹെയർ കോംബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? തന്നെ മുടിയെല്ലാം ചീകി വൃത്തിയാക്കി കെട്ടാൻ വേണ്ടി കലയ്ക്ക് കഴിയുന്നുണ്ട് അല്ലെ? കല can comb her hair അല്ലെ? തന്റെ ഹെയർ ഒറ്റയ്ക്ക് തന്നെ കോംബ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെക്കാൻ വേണ്ടി ആർക്ക് പറ്റുന്നുണ്ട്? കലയ്ക്ക് പറ്റുന്നുണ്ട് അല്ലെ? Because കല is a good girl അല്ലെ? കല is a matured girl. She is very good girl. അതുകൊണ്ടാണ് കലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മുടിയൊക്കെ കോംബ് ചെയ്ത് നന്നായിട്ട് കെട്ടി വെക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ? എല്ലാവരും നന്നായിട്ട് മുടിയെല്ലാം കോംബ് ചെയ്ത് തനിയെ തന്നെ വിത്തൗട്ട് എനി ഹെൽപ്പ് അല്ലേ? ഓഫ് യുവർ പാരന്റ്സ് അല്ലേ? പാരന്റ്സിന്റെയോ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ ഒന്നും ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നന്നായിട്ട് മുടിയെല്ലാം കോംബ് ചെയ്ത് വെക്കാൻ വേണ്ടി കലയ്ക്ക് പറ്റുന്നുണ്ട്. Then നെക്സ്റ്റ് പിക്ചർ നോക്കുക. ഒരു പെൺകുട്ടി അവിടെ എന്തോ ചെയ്യുന്നുണ്ട് അല്ലേ? What she doing? അവൾ എന്താണ് ചെയ്യുന്നത്? ആരാ പറയാ? സമജ്ന. ആ പിക്ചർ നോക്കൂ സമജ്ന. താര. താര എന്താണ് അവിടെ ചെയ്യുന്നത്? താര ഒന്ന് പറഞ്ഞേ സമജ്ന. What she doing there? അത് കഴിഞ്ഞു. കല can comb her hair അല്ലേ? നമ്മൾ പറഞ്ഞല്ലേ കലയ്ക്ക് നന്നായിട്ട് മുടി ചീകാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പിക്ചർ. നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നേ? ആ, ഷൂ ഇടുന്നുണ്ട് അല്ലേ? ഓക്കെ. താര എന്ത് ചെയ്യുന്നുണ്ട്? can tie her shoelaces അല്ലേ? shoelaces. ഷൂവിന് ഒരു ലേസ് ഉണ്ടാവും അല്ലേ കെട്ടി വെക്കാൻ വേണ്ടി? ഷൂവിന്റെ രണ്ട് ഷൂവിന്റെ മുമ്പില് ഓരോ ലേസ് ഉണ്ട് അല്ലേ? ഒരു വള്ളി അല്ലേ? കെട്ടി വെക്കേണ്ട വള്ളി ഉണ്ട് അല്ലേ ഷൂസിന്റെ പുറത്ത്? അപ്പൊ താര can tie her shoelaces. താരയ്ക്ക് അവളുടെ ഷൂലേസസ് നന്നായിട്ട് കെട്ടി വെക്കാനും അറിയാം അല്ലേ തനിച്ച്? അപ്പോ ഇവരൊക്കെ നല്ല ഗുഡ് ചിൽഡ്രൻസ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? അബയ്ക്ക് ഹിംസെൽഫ് അല്ലേ? ഹിംസെൽഫിനെ ബാത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്.
ഒറ്റയ്ക്ക് വിത്തൗട്ട് എനി ഹെൽപ്പ് ഫ്രം ഹിസ് പാരന്റ്സ് അല്ലെ. പാരന്റ്സിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ തന്നെ അഭയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? നന്നായിട്ട് കുളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ബിക്കോസ് ഹി ഈസ് വെരി ഗുഡ് ബോയ് അല്ലെ. അവൻ നല്ലൊരു ബോയ് ആണ് അല്ലെ. അതുപോലെയാണ് പാരന്റ്സിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നന്നായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്നത് അവര് ഗുഡ് ചിൽഡ്രൻസ് ആയതുകൊണ്ടാണ്. ഗുഡ് ചിൽഡ്രൻസ് ആണെങ്കിൽ മാത്രമേ നന്നായിട്ട് പാരന്റ്സിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നന്നായിട്ട് കുളിക്കാൻ പറ്റുള്ളൂ അല്ലെ. പാരന്റ്സിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തനിയെ നന്നായി കുളിക്കുന്നുണ്ട്. ബിക്കോസ് അവനൊരു ഗുഡ് ബോയ് ആണ്, നല്ല കുട്ടിയാണ്. പാരന്റ്സിനോടൊന്നും ഹെൽപ്പ് ഒന്നും ചോദിക്കുന്നില്ല. കണ്ടില്ലേ, തനിയെ വെള്ളം കോരി തലയിൽ ഒഴിച്ചിട്ട് കുളിക്കുന്നുണ്ടല്ലേ, സോപ്പെല്ലാം തേച്ച്. അങ്ങനെയാണ് നല്ല കുട്ടികളല്ലേ. അപ്പോ നെക്സ്റ്റ് രാധ ക്യാൻ വെയർ ഹർ സോക്സ് അല്ലേ. രാധയ്ക്ക് അവളുടെ സോക്സ് നന്നായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ, വിത്തൗട്ട് എനി ഹെൽപ്പ്. ആരുടെയും ഹെൽപ്പ് ചോദിക്കാതെ, പാരന്റ്സിന്റെയോ സിസ്റ്റേഴ്സിന്റെയോ ആരുടെയും ഹെൽപ്പ് ആർക്ക് വേണ്ട? രാധയ്ക്ക് വേണ്ട. അവള് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷൂസ് ഒക്കെ വെയർ ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ തേർഡ് വൺ, കല കാൻ കോംബ് ഹർ ഹെയർ. കല ക്യാൻ കോംബ് ഹർ ഹെയർ. കലയ്ക്ക് അവളുടെ മുടി നന്നായിട്ട് കോംബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഭവിക, ആരാണ് മുടിയെല്ലാം കോംബ് ചെയ്ത് കെട്ടിത്തന്നത്? ആരാണ് ഭവിക? തനിയെ കെട്ടിയതാണോ? ഒറ്റക്ക് കെട്ടിയതാണോ? ഓക്കെ. അപ്പൊ ഭവികക്ക് തനിയെ കോംബ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടല്ലേ ഹെയർ. ഓക്കെ. അതുപോലെ ധനലക്ഷ്മി ഇപ്പോഴാണോ ഹെയർ കോംബ് ചെയ്യാ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ അല്ലേ ചെയ്യാ? ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ ധനലക്ഷ്മിക്കും ചെയ്യാൻ അറിയാം അല്ലേ, തനിയെ comb her hair അല്ലേ. ധനലക്ഷ്മി can comb her hair അല്ലേ. ധനലക്ഷ്മിക്ക് പറ്റുന്നുണ്ട്. then ഭവികയ്ക്കും പറ്റുന്നുണ്ട് അല്ലേ. ഭവിക can comb her hair അല്ലേ. then നഹ്ല ഫാത്തിമയ്ക്കും എല്ലാവർക്കും പറ്റുന്നുണ്ട് അല്ലേ. ഭാവയാമി can അല്ലേ. ഭാവയാമിക്കും കഴിയുന്നുണ്ട്. സമജ്ന can അല്ലേ. നമ്മുടെ എല്ലാ ഗേൾസിനും ബോയ്സിനും നന്നായിട്ട് മുടി ചീകി വെക്കാനൊക്കെ അറിയാം അല്ലേ. then Tara can tie her shoelaces അല്ലേ. ഷൂവിന്റെ വള്ളിയൊക്കെ തനിയെ കെട്ടാൻ പഠിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോ ഷൂവിന്റെ വള്ളിയൊക്കെ നന്നായിട്ട് തനിയെ കെട്ടിവെക്കുന്നുണ്ട് ആര്? താര അല്ലേ. അപ്പൊ നമുക്ക് താരയെ പോലെ ആവണ്ടേ? താരയെ പോലെ, കലയെ പോലെ, അഭയിനെയും രാധയും ഒക്കെ പോലെ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ നമ്മള് പ്രിപ്പയർഡ് ആവണം അല്ലേ. നമ്മുടെ മുടി കോംബ് ചെയ്യുക, ബാത്ത് ആൻഡ് ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ചേഞ്ച് യുവർ ഡ്രസ്, ഇതൊക്കെ നമ്മള് തനിയെ ചെയ്യാൻ പഠിക്കണം അല്ലേ. ഡ്രസ് ചെയ്യാനും ഹെയർ കോംബ് ചെയ്യാനും ഷൂ ലേസസ് ടൈറ്റ് ചെയ്യാനും ബാത്ത് ചെയ്യാനും എല്ലാം ഒറ്റയ്ക്ക് തന്നെ നമ്മള് പഠിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ. അപ്പോ അഭയ് ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ് അല്ലേ. അഭയ്ക്ക് തനിയെ ബാത്ത് ചെയ്യാൻ അറിയാം. രാധ ക്യാൻ വെയർ ഹർ സോക്സ് അല്ലേ. രാധയ്ക്ക് തനിയെ സോക്സ് വെയർ ചെയ്യാൻ അറിയാം. കല ക്യാൻ കോംബ് ഹർ ഹെയർ. താര ക്യാൻ ടൈ ഹർ ഷൂ ലേസസ് അല്ലേ. താരയ്ക്ക് നന്നായിട്ട് ഷൂ ലേസസ് ഒക്കെ കെട്ടാൻ അറിയാം അല്ലെ. ബിക്കോസ് താര, കല, രാധ, അഭയ്, ലത, രാജ, സുദീപ്, Ali and Tom, Seema, they all are very good children അല്ലേ. അവരൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ തനിയെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ലത keeps her room clean അല്ലേ. ലത എന്താ ചെയ്യുന്നേ? റൂമൊക്കെ എപ്പോഴും നന്നായിട്ട് സൂക്ഷിക്കും. രാജയോ ഹോംവർക്കുകളെല്ലാം ചെയ്തു വെക്കും. സുദീപ് നല്ല മ്യൂസിക് ഒക്കെ കേൾക്കും. അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ അല്ലേ. അലിയും ടോമും ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സീമ സിങ്സ് ആൻഡ് ഡാൻസസ് അല്ലേ. സീമ നന്നായി പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ
അബയ് ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ് അല്ലെ. അബയ്ക്ക് നന്നായിട്ട് തനിയെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ കുളിക്കാൻ പറ്റുന്നുണ്ട്. താര ക്യാൻ വെയർ ഹെർ സോക്സ് അല്ലേ. താരയ്ക്ക് നന്നായിട്ട് സോക്സ് ഇടാൻ അറിയാം. ആൻഡ് കല ക്യാൻ കോംബ് ഹെർ ഹെയർ അല്ലേ. നന്നായിട്ട് ഹെയർ ഒക്കെ കോംബ് ചെയ്യാൻ വേണ്ടി അറിയാം. താര ക്യാൻ ടൈ ഹെർ ഷൂ ലേസസ്. താരയ്ക്ക് അവളുടെ ഷൂ ലേസസും കെട്ടാൻ അറിയാം. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങള് സ്വയം ചെയ്യാൻ അറിയാം എന്നാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ആരാ പറയുന്നത്? ധനലക്ഷ്മി. ധനലക്ഷ്മി പറഞ്ഞേ മോളെ, എന്തൊക്കെയാണ് ധനലക്ഷ്മിക്ക് തനിയെ ചെയ്യാൻ അറിയാം? എന്തൊക്കെ ചെയ്യാറുണ്ട് ധനലക്ഷ്മി? മുടി കെട്ടാൻ അറിയാം. മുടി കെട്ടാൻ അറിയാം. ദെൻ പല്ല് തേക്കാൻ അറിയാം. പല്ല് തേക്കാൻ അറിയാം അല്ലേ. ധനലക്ഷ്മി ക്യാൻ ബ്രഷ് ടീത്ത് അല്ലേ. ധനലക്ഷ്മിക്ക് അവളുടെ ടീത്തൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്യാൻ അറിയാം. ദെൻ മുടിയൊക്കെ നന്നായി കോംബ് ചെയ്യാൻ അറിയാം അല്ലേ. ഓക്കെ. തനിയെ കുളിക്കാനും അറിയാം അല്ലേ. ഓക്കെ, നോ പ്രോബ്ലം. ടീച്ചർ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. ദെൻ ആരാ പറയാ? ദെൻ ജിയോണ. ജിയോണ പറഞ്ഞേ മോളെ, ജിയോണക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാം? ദെൻ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ഒക്കെ അറിയാമെങ്കിൽ അതൊക്കെ പറയാം അല്ലേ. ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ സിംഗ് ഒക്കെ പറയാം. ഓക്കെ. അപ്പൊ എന്താ പറയാ ജിയോണ? ജിയോണ എന്തൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്? ജിയോണക്ക് എന്തൊക്കെ തനിയെ ചെയ്യാൻ കഴിയും? പറയൂ. brush your teeth. Then I can പറയും. സിംഗ് ചെയ്യാൻ അറിയാം മോളെ. പാട്ട് പാടാൻ അറിയെങ്കിൽ പറയാം ഐ ക്യാൻ സിംഗ് അല്ലേ. അങ്ങനൊക്കെ പറയാം അല്ലേ. ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ സ്വിം അല്ലേ. ആൻഡ് ഐ ക്യാൻ കോംബ് മൈ ഹെയർ. എനിക്ക് എന്റെ ഹെയർ കോംബ് ചെയ്യാൻ അറിയാം. ഐ ക്യാൻ ടൈ മൈ ഷൂ ലേസസ് അല്ലേ. എനിക്ക് ഷൂ ലേസസ് ഒക്കെ കെട്ടാൻ അറിയാം. ഐ ക്യാൻ ബാത്ത് അല്ലേ. എനിക്ക് കുളിക്കാൻ അറിയാം അല്ലേ. ഐ ക്യാൻ ബാത്ത് ബൈ മൈസെൽഫ് അല്ലേ. തന്നെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ കുളിക്കാൻ അറിയാം അല്ലേ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ എവരിബഡി, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോ താഴെ ഇതാ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വേർഡ്സ് കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ ഫസ്റ്റ് വൺ ഐ ക്യാൻ സിംഗ് അല്ലേ. അവിടെ ഒരു കണ്ടോ ഒരു മങ്കിയുടെ പിക്ചറും ഉണ്ടല്ലേ അവിടെ താഴെ കൊടുത്തിട്ട്. അതായത് കല ഹെയർ ഒക്കെ കോംബ് ചെയ്യുന്നത് കഴിഞ്ഞ് താര ക്യാൻ ടൈ ഹെർ ഷൂ ലേസസ്. താരയ്ക്ക് ഷൂ ലേസസ് കെട്ടാൻ അറിയാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ താഴെയുണ്ട് ടിക്ക് ദ തിങ്സ് യു ക്യാൻ ഡു. ടിക്ക് ദ തിങ്സ് യു ക്യാൻ ഡു. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു മങ്കി ഉണ്ടല്ലേ. അവിടെ ഒരു മങ്കിന്റെ പിക്ചർ ഉണ്ടല്ലേ. ദെൻ ഐ ക്യാൻ സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ഐ ക്യാൻ സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. എത്ര പേർക്ക് സിംഗ് ചെയ്യാൻ അറിയാം? പാട്ട് പാടാൻ അറിയുന്ന എത്ര പേരുണ്ട്? ഓക്കെ, പാട്ട് പാടാൻ അറിയുന്ന കുറെ പേരുണ്ടല്ലേ. അപ്പോ ഐ ക്യാൻ സിംഗ് എന്നുള്ളടുത്ത് പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ടിക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ. ദെൻ അവിടെ ഒരു മങ്കി എന്തോ പറയുന്നുണ്ടല്ലേ. ആ മങ്കി പറയാണ് ഐ ക്യാൻ ഡാൻസ് എന്ന് പറയുന്നുണ്ടല്ലേ. കൊരങ്ങാണതല്ലേ, ഒരു കൊരങ്ങാണ്. കൊരങ്ങിന് ഡാൻസ് ചെയ്യാൻ അറിയാന്നാണ് പറയണതല്ലേ. അത് ട്രൂ ആണല്ലേ. കൊരങ്ങുകളൊക്കെ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? അപ്പോ ഒരു കൊരങ്ങൻ പറയാണ് ഐ ക്യാൻ ഡാൻസ്. എ മങ്കി സേസ് ദാറ്റ് ഐ ക്യാൻ ഡാൻസ് അല്ലേ. ഇസ് ഇറ്റ് ട്രൂ? സത്യമാണല്ലേ. കൊരങ്ങുകളൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യാറുണ്ടല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഐ ക്യാൻ സ്വിം അല്ലേ. എനിക്ക് സ്വിം ചെയ്യാൻ അറിയാം അല്ലേ. പുഴയിലും വെള്ളത്തിലും ഒക്കെ നീന്താൻ അറിയുന്ന എത്ര പേരുണ്ട്?
വെള്ളത്തില് വലിയ വെള്ളത്തിലൊക്കെ. ഓ ഗോഡ്വിൻ അറിയാം അല്ലേ? ഓക്കെ, ഗോഡ്വിൻ നന്നായിട്ട് നീന്തും. ഗോഡ്വിൻ നന്നായിട്ട് നീന്താറുണ്ട്. ഓക്കെ, അബേദിക്ക് അറിയാം. പിന്നെ ആരാണ് നന്നായിട്ട് നീന്തുന്ന ആൾക്കാര്? നസീം മുഹമ്മദ് നീന്താറുണ്ടല്ലേ? ധ്യാൻ ബീവിക്ക് അറിയാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും അറിയാല്ലേ നമ്മുടെ ഗേൾസിനും ബോയ്സിനും ഒക്കെ. ഓക്കെ, അപ്പോ പാർവണിക്ക് അറിയോ മോളെ? നീന്താൻ അറിയോ നന്നായിട്ട്? ഓക്കെ, ഇല്ല അല്ലേ? ടീച്ചർക്കും അറിയില്ല ട്ടാ. ടീച്ചർക്കും നീന്താൻ അറിയില്ല. ഐ കാണ്ട് അല്ലേ? ഓക്കെ, അപ്പോ ഐ ക്യാൻ സിംഗ് എന്ന് പറയല്ലേ? എനിക്ക് പാട്ട് പാടാൻ അറിയാം. ഐ കാൻ സ്വിം അല്ലേ? എനിക്ക് സ്വിം ചെയ്യാൻ അറിയാം എന്നാ പറയണത്. അപ്പോ സ്വിം ചെയ്യാൻ അറിയുന്നവരൊക്കെ അവിടെ ഒരു ടിക്ക് ചെയ്യാ അല്ലേ? എനിക്ക് സ്വിം ചെയ്യാൻ അറിയാം. ഐ ക്യാൻ സ്കേറ്റ് അല്ലേ? ദ നെക്സ്റ്റ് വൺ, ഐ ക്യാൻ സ്കേറ്റ്. സ്കേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ എല്ലാവരും? സ്കേറ്റ് ചെയ്യാന്ന് വെച്ചാ എന്താണ്? ആർക്കാ അറിയാ സ്കേറ്റിംഗ്? സമച്ചിനൊക്കെ അറിയാം അല്ലേ? സമച്ചിന, സ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ് മോളെ? അറിയില്ല അല്ലേ? വെറുതെ കൈപൊക്കിയതാണല്ലേ? ഓക്കെ, അപ്പോ ഐ ക്യാൻ സ്കേറ്റ് എന്ന് പറയുന്നുണ്ടല്ലേ? ഭാവിയാമിക്ക് അറിയോ മോളെ സ്കേറ്റ് ചെയ്യാന്ന് വെച്ചാ? ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഭാവിയാമി പറയുന്നുണ്ട് സ്കേറ്റ് ചെയ്യാന്ന് വെച്ചാ എന്താണെന്ന്. എന്താണ് ഭാവിയാമി സ്കേറ്റ്? ടയറില്ല ഷൂട്ടിട്ട് മഞ്ഞിലെ കൂടെ കറങ്ങുക. ആ, ടയറുള്ള ഷൂ ഇട്ടിട്ട് മഞ്ഞിലേ കൂടെ നടക്കുക അല്ലേ? മഞ്ഞിലേ കൂടെ ഓടി പോവുക അല്ലേ? മഞ്ഞിലേ കൂടെ എന്നല്ല, അടിയിൽ ടയറുള്ള ഒരു ഷൂ കണ്ടിട്ടുണ്ടോ എല്ലാവരും? അൻവിൻ ജെ. ഓക്കെ, ഓക്കെ അൻവിൻ. ഓക്കെ, അപ്പോ ടയറുള്ള ഒരു ഷൂ കണ്ടിട്ടുണ്ടോ എല്ലാവരും അല്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫിലിമിലൊക്കെ കണ്ടവരുണ്ടാവും അല്ലേ? അൻവിന് നന്നായിട്ട് സ്കേറ്റ് ചെയ്യാൻ അറിയാമല്ലേ അൻവിൻ? ഓക്കെ, അൻവിൻ, അൻവിന്റെ വീഡിയോ എന്താണ് മോനെ സ്റ്റാർട്ട് ചെയ്യാത്തത്? സ്റ്റാർട്ട് യുവർ വീഡിയോ അൻവിൻ. ഓക്കെ, അപ്പോ ടയറുള്ള ഒരു ഷൂ ഉണ്ടല്ലേ? സ്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഷൂ ഉണ്ടല്ലേ? അപ്പൊ അത് ഇട്ടിട്ട് സ്പീഡിൽ സ്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇഷാൻ ആർക്കെ? യു ക്യാൻ. ഇഷാൻ അറിയാമോ സ്കേറ്റ് ചെയ്യാൻ? ഇല്ല അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. സ്കേറ്റ് ചെയ്യാൻ അറിയുന്ന കുറെ പേരുണ്ടല്ലേ? നമ്മുടെ അൻവിനൊക്കെ അറിയാം സ്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഷൂവിന്റെ അടിയിൽ ടയർ വെച്ചിട്ടുള്ള ഒരു ഷൂ ഉണ്ടല്ലേ? അതുകൊണ്ട് നന്നായിട്ട് സ്കേറ്റ് ചെയ്ത് ചില കുട്ടികളൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോ നീ കാണണ്ടല്ലേ? നമുക്കറിയില്ല സ്കേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ അൻവിന് സ്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പൊ അൻവിൻ അവിടെ ഐ ക്യാൻ സ്കേറ്റ് എന്നുള്ളടത്ത് അൻവിൻ ഒരു ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്കേറ്റ് ചെയ്യാൻ അറിയുന്നവരൊക്കെ അവിടെ ടിക്ക് ചെയ്യാ. പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ഐ ക്യാൻ സിംഗ് എന്നുള്ള ആദ്യം എഴുതിയത് കണ്ടോ? ഐ ക്യാൻ സിംഗ്. പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ അവിടെ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഐ ക്യാൻ സ്വിം അല്ലേ? എനിക്ക് നീന്താൻ അറിയാം എന്ന് പറയുന്നുണ്ട്. നീന്താൻ അറിയണവരൊക്കെ അവിടെ ഒന്ന് ടിക്ക് ചെയ്യാം. ദെൻ ഐ ക്യാൻ ക്ലൈംബ് ട്രീസ് എന്ന് പറയാണ്. ആരാ പറയുന്നേ? ഐ ക്യാൻ ക്ലൈംബ് ട്രീസ് അല്ലേ? മരത്തിന്റെ മുകളില് കേറാൻ അറിയാം അല്ലേ? I cannot open my video. What's the problem there, Anvin? എന്തുകൊണ്ടാണ് മോനെ അൻവിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തത്? സ്റ്റാർട്ട് വീഡിയോ അല്ലെ പ്രസ് ചെയ്യൂ മോനെ. I don't know what's the problem there. ഓക്കെ, അപ്പോ ഐ ക്യാൻ ക്ലൈംബ് ട്രീസ് അല്ലെ? സാധാരണയായിട്ട് മരത്തിന്റെ മുകളിൽ കയറുന്നത് ആരാണ്? ചാടി 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 കയറി കയറി ക്ലൈംബ് ചെയ്ത് പോകുന്നതൊക്കെ ആരാണ്? ആരാണ് നന്നായിട്ട്? ഇഷാൻ. ആ, മങ്കി അല്ലേ? മങ്കീനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ മങ്കിയാണ് ഏറ്റവും നന്നായിട്ട് ക്ലൈംബ് ചെയ്യുക അല്ലെ? എത്ര ഹൈറ്റിലുള്ള ട്രീ ആണെങ്കിലും മങ്കി നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് പോകും അല്ലേ? ദെൻ
ക്ലൈംബ് ചെയ്യാൻ അറിയണ കുട്ടികളും ഉണ്ടല്ലേ? നന്നായിട്ട് മരത്തിൽ കയറാൻ അറിയുന്ന കുട്ടികളില്ലേ? ആ, ഇഷാൻ അറിയാം നന്നായിട്ട് മരത്തിന്റെ മുകളിൽ കയറാൻ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. വേറെ ആരുണ്ട് മരത്തിന്റെ മുകളിലൊക്കെ ചാടി കയറുന്നത്? ഗോഡ്വിൻ, മോൻ അറിയില്ലേ മരത്തിന്റെ മുകളിൽ കയറാൻ? ആ, അറിയാം അല്ലേ? പക്ഷെ എന്ന് കരുതി ക്ലാസ് കഴിഞ്ഞ ഉടനെ ആരും പോയി മരത്തിന്റെ മുകളിലൊന്നും ചാടി കയറാൻ നിക്കണ്ട ട്ടോ. ഓക്കെ, മരത്തിന്റെ മുകളിൽ കയറാനൊക്കെ പഠിക്കണല്ലേ? നല്ലതാണല്ലേ? മരത്തിന്റെ മുകളിലൊക്കെ കയറാനൊക്കെ പഠിക്കുന്നത് നല്ലതാണല്ലേ? പക്ഷെ എന്ന് കരുതി ഇപ്പം തന്നെ ചാടിപ്പോയി ആരും മരത്തിന്റെ മുകളിൽ കയറരുത് കേട്ടാ. ഓക്കെ, അപ്പോ ഐ ക്യാൻ ക്ലൈംബ് ട്രീസ് അല്ലേ? മരത്തിന്റെ മുകളിൽ കയറാൻ അറിയുന്നവരൊക്കെ അവിടെ ഒന്ന് ടിക്ക് ചെയ്തോളൂ. എനിക്ക് കയറാൻ അറിയാം അല്ലേ? ദെൻ കയറാൻ അറിയാത്തവര് ടിക്ക് ചെയ്യണ്ട അല്ലേ? അപ്പോ മങ്കി പറയുന്നുണ്ട് അല്ലേ? മങ്കി പറയുന്നു ഐ ക്യാൻ ഡാൻസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മങ്കിക്ക് പറയാമല്ലേ? ഐ ക്യാൻ ക്ലൈംബ് ട്രീസ് എന്നും പറയാം അല്ലേ? എനിക്ക് മരത്തിന്റെ മുകളിൽ കയറാൻ അറിയാന്ന് മങ്കിയും നന്നായിട്ട് മരത്തിന്റെ മുകളിൽ കയറാറുണ്ട് അല്ലേ? ഓക്കെ, ദെൻ ഐ ക്യാൻ വിസിൽ അല്ലേ? വിസിൽ ചെയ്യാൻ അറിയുന്ന എത്ര പേരുണ്ട്? ടീച്ചർക്ക് അറിയില്ല. എത്ര പേർക്ക് നന്നായി വിസിൽ ചെയ്യാൻ അറിയാം? നോക്കട്ടെ, എല്ലാവരും ഒന്ന് വിസിൽ ചെയ്ത് കാണിച്ചേ. ആർക്കാ നന്നായി അറിയാൻ നോക്കട്ടെ. ആ, ഗോഡ്വിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേട്ടോ, ഇപ്പൊ വലിയൊരു ശബ്ദം എല്ലാവർക്കും കേൾക്കാം. ഗോഡ്വിൻ വിസിൽ ചെയ്യുന്ന ശബ്ദമാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. ചെയ്തോ ഗോഡ്വിൻ? ആ, നല്ല വിസിലാണല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഗോഡ്വിൻ. വെരി ഗുഡ്. ഇത് ആരാ പഠിപ്പിച്ചത് ഗോഡ്വിൻ? അമ്മ. ആ, അമ്മ പഠിപ്പിച്ചതാണല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഗോഡ്വിന്. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ആ, നന്നായിട്ടുണ്ട് ഗോഡ്വിൻ. ഓക്കെ, ഇനി ആരാ നന്നായിട്ട് വിസിൽ ചെയ്യാ? ഇഷാൻ, ക്യാൻ യു? ഇഷാൻ അറിയാമോ? ഇഷാൻ? നോ അല്ലേ? ഓക്കെ, നോ. ദെൻ ആർക്കറിയാം? ഷാമിൽ, എഡ്വിൻ അറിയാമല്ലേ? എഡ്വിൻ ജോസഫ്. ഓക്കെ, എഡ്വിൻ വീഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എഡ്വിൻ അൺമ്യൂട്ട് ചെയ്യൂ. എഡ്വിൻ ആയിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ മോനെ. എഡ്വിൻ അറിയാമോ? ആ, ചെയ്തോളൂ. എന്താണ്? ആ, വെരി ഗുഡ് അല്ലേ? എഡ്വിനും നന്നായിട്ട് വിസിൽ ചെയ്തു അല്ലേ? ഓക്കെ, ദെൻ വേറെ ആർക്കറിയാം? നമ്മുടെ ഗേൾസിനൊന്നും അറിയില്ലേ? ധ്യാൻ ബീവി ചെയ്യുന്നുണ്ടല്ലേ നന്നായിട്ട്. മഹദിയ, മോൾക്ക് വിസിൽ ചെയ്യാൻ അറിയോ? മഹദിയ ഒന്ന് ചെയ്ത് നോക്കിയേ, അറിയോ നോക്കട്ടെ. ആ, ആ, നന്നായിട്ടുണ്ട് കേട്ടോ മഹദിയ. ഓക്കെ, ദെൻ ആർക്കറിയാം? നമ്മുടെ ധ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ധ്യാൻ, where are you going ധ്യാൻ? ദെൻ ആർക്കറിയാം? വേറെ ആര് ചെയ്യും? ഭാവ്യാമി അറിയോ മോളെ? വിസിൽ ചെയ്യാൻ അറിയോ? അറിയില്ല അല്ലെ? ക്രിസ്റ്റി ജോസഫിന് അറിയാം അല്ലെ? ക്രിസ്റ്റി ഒന്ന് ചെയ്തേ. ക്രിസ്റ്റി, ഇതാ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ക്രിസ്റ്റിയാ ചെയ്യാൻ പോണത്. ആ, ഓക്കെ, വെരി ഗുഡ്. ക്രിസ്റ്റി നന്നായി ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ക്രിസ്റ്റിക്ക്. ദെൻ ഷമീൽ, ഷമീലിനെ അറിയാമോ? ഷമീൽ നന്നായിട്ടൊന്ന് വിസിൽ ചെയ്തേ. ഷമീൽ അറിയില്ല? വെറുതെ ഒന്ന് കൂക്കുവെങ്കിലും ചെയ്. ടീച്ചർ ഒന്ന് കേക്കട്ടെ, ശബ്ദം കേക്കട്ടെ. അറിയില്ല അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം ട്ടോ. പിന്നെ ആർക്കറിയാം? ഏഞ്ചൽ, ഏഞ്ചലിന് അറിയാമോ വിസിൽ ചെയ്യാൻ? അറിയാമോ ഏഞ്ചൽ? അറിയില്ല?
ഓക്കെ, അറിയാത്തവരുണ്ടല്ലേ? നോ പ്രോബ്ലം അല്ലേ? നമുക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ? ദെൻ നെക്സ്റ്റ് ഐ ക്യാൻ പെയിന്റ് അല്ലേ? പെയിന്റ് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നുണ്ടല്ലേ? ഐവിൻ ജേക്കബ്, ഐവിൻ സൂമിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അൻവിൻ, ഹൂ ഇസ് അൻവിൻ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അൻവിൻ ഇസ് യുവർ ബ്രദർ ഓർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? പറഞ്ഞോളൂ. ഓക്കെ, നോ റിപ്ലൈ അല്ലേ? അൻവിൻ ജേക്കബ് എന്നാണ് കാണുന്നത്. അൻവിൻ ബ്രദർ ആണോ ഓർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? ഐ ഡോണ്ട് നോ. ഓക്കെ, നോ പ്രോബ്ലം. ദെൻ ഐ ക്യാൻ പെയിന്റ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? എനിക്ക് പെയിന്റ് ചെയ്യാൻ അറിയാം എന്ന് പറയുന്നുണ്ടല്ലേ? പെയിന്റ് ചെയ്യാൻ അറിയണവരുണ്ടോ? കുറെ പേരുണ്ടാവും അല്ലേ? പെയിന്റ് ചെയ്യാനൊക്കെ അറിയണവര് ഉണ്ടാവും അല്ലെ? ഇഷാൻ പെയിന്റ് ചെയ്യാൻ അറിയാമോ? ഇഷാൻ? ഓക്കെ ഓക്കെ, ഷമിലിന് അറിയാമല്ലേ പെയിന്റ് ചെയ്യാൻ? പെയിന്റ് ചെയ്യാൻ ധനലക്ഷ്മിക്ക് അറിയാം. ഓക്കെ, നഹ്ല ഫാത്തിമയ്ക്ക് അറിയാം അല്ലേ? ഓക്കെ, സമജ്ന, എല്ലാവർക്കും അറിയാം അല്ലെ പെയിന്റ് ചെയ്യാൻ? ഓക്കെ, അപ്പോ ഇത്രയാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ടിക്ക് ചെയ്യാനാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഇതാ തീരാൻ പോവാണ്. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോ അടുത്ത ക്ലാസ്സില് നമുക്ക് ഇത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഓക്കെ, ടൈം ഇപ്പൊ തീരും, ക്ലാസ് കട്ടാവാൻ പോവാണ്. ഓക്കെ, ബൈ. ബൈ. ആ ബോഡി പാർട്സ് എഴുതാത്തവര് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, മുഴുവൻ. ഓക്കെ, 10 എഴുതിയവര് ബാക്കി കൂടെ എഴുതുക. മുഴുവൻ എഴുതിയവരും എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ബൈ ബൈ ബൈ.